പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരമുള്ള വെള്ളം കേരളത്തിന് നൽകാനാവില്ലെന്ന് തമിഴ്നാട്. കരാർ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ഇരു സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാർ പങ്കെടുത്ത ചർച്ചയിലാണ് തമിഴ്നാട് നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ആവശ്യമായ കുടിവെള്ളം നൽകുമെന്ന് തമിഴ്നാട് അറിയിച്ചു. ഇതിനു പകരം ശിരുവാണിയിൽ നിന്ന് വെള്ളമെടുക്കാൻ തമിഴ്നാടിനെയും അനുവദിക്കും. അണക്കെട്ട് വരുന്ന 100 ക്യൂസെക്സ് വെള്ളം നൽകാവുന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉടനടി വിട്ടുതരുന്നതിനുള്ള നടപടികളുണ്ടാവും. ശിരുവാണി 40 ക്യൂസെക്സ് വെള്ളം ഡെഡ് സ്റ്റോർ ചെയ്ത് കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ മന്ത്രിതല ചർച്ചയിലെ പ്രധാന തീരുമാനം. പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കേരളം ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ആലോചിക്കാനായി ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാരെ ചേർത്ത് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. രാവിലെ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം വെള്ളം ലഭിക്കണമെന്ന് കേരളവും ശിരുവാണിയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവദിക്കണമെന്ന് തമിഴ്നാടും ആവശ്യമുന്നയിച്ചു. എന്നാൽ കുടിവെള്ളത്തിനാവശ്യമായ വെള്ളം നൽകാമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളം അംഗീകരിക്കുകയായിരുന്നു. കോയമ്പത്തൂർ മേഖലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് ശിരുവാണിയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവദിക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടത്. ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിൽ വെള്ളമെടുക്കുന്നത് ഡാമിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് കേരളത്തിന്റെ വാദം തമിഴ്നാട് അംഗീകരിച്ചില്ല. നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം നൽകണമെന്നും തമിഴ്നാട് വാദിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് പോലുമില്ല എന്ന നിലപാടായിരുന്നു കേരളം എടുത്തത്. പറമ്പിക്കുളം ആളിയാർ കരാർ തമിഴ്നാട് ലംഘിക്കുന്നതിനെതിരെ കേരളം സുപ്രീംകോടതിയിൽ നൽകിയ കേസുമായി മുന്നോട്ടു പോകുമെന്നും ചോദ്യത്തിന് മറുപടിയായി മന്ത്രി PJ ജോസഫ് പറഞ്ഞു. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി KV രാമലിംഗവും 7 ഉന്നത IAS ഉദ്യോഗസ്ഥന്മാരും ചർച്ചയിൽ പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം. പറമ്പിക്കുളം ആളിയാർ വിഷയത്തിൽ ഇന്ന് നടന്ന ചർച്ച കേരളത്തിന് ഗുണം ചെയ്തില്ല. കരാറുപ്രകാരം കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം പോലും പുതിയ ചർച്ചയിലൂടെ ലഭിക്കില്ല. ശിരുവാണിയിൽ നിന്ന് തമിഴ്നാടിന് അധികമായി വെള്ളമെടുക്കാനുള്ള അനുമതിയും ലഭിച്ചു. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് നൽകേണ്ട വെള്ളം തമിഴ്നാട് നൽകാത്തതിനാലും കരാറുകൾ ലംഘിക്കുന്നതിനാലും കേരളം സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2 സംസ്ഥാനത്തെ മന്ത്രിമാർ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയത്. കേരളത്തിന് 100 ക്യൂസെക്സ് വെള്ളം നൽകാമെന്നാണ് ഇന്നത്തെ ചർച്ചയിൽ തമിഴ്നാട് പറഞ്ഞത്. എന്നാൽ ഇത് ആളിയാർ വെള്ളം ലഭിക്കുന്ന മേഖലയിലെ കുടിവെള്ളക്ഷാമം നേരിടാൻ പോലും തികയില്ല. കോയമ്പത്തൂരിന് ശിരുവാണിയിൽ നിന്ന് മാത്രമല്ല വെള്ളം ലഭിക്കുന്നത്. കാവേരി നദീജലപ്രകാരവും കോയമ്പത്തൂരിന് വെള്ളം ലഭിക്കുന്നുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി കേരളത്തിന് പൂർണ്ണ അധികാരമുള്ള ശിരുവാണിയിലെ വെള്ളം സംരക്ഷിക്കാമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കാവേരിയിൽ അവാർഡ് പകരം കോയമ്പത്തൂർക്ക് വെള്ളം കൊടുക്കാൻ കാവേരി അവാർഡിൽ വകുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളവും കാവേരിയിലെ വെള്ളവും കോയമ്പത്തൂർക്ക് വേണം. അപ്പോൾ കോയമ്പത്തൂരിൽ വെള്ളമില്ല എന്ന് പറയുന്ന വാദം ശരിയല്ല. ശിരുവാണിയിലെ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നത് അട്ടപ്പാടിയിൽ കടുത്ത വരൾച്ചയ്ക്കിടയാക്കുമെന്ന് ആശങ്കയുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങളും വെള്ളം വിട്ടു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട വെള്ളം ഇതുകൊണ്ടൊന്നും പൂർണ്ണമായി ലഭിക്കുകയില്ല. ക്യാമറാമാൻ അനൂപ് CP സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. പറമ്പിക്കുളം ആളിയാർ കരാർ ലംഘനം തമിഴ്നാട് നിരന്തരം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന് അവകാശപ്പെട്ട ജലം ലഭിക്കാതെ പോകുന്നത്? എന്തുകൊണ്ട് തമിഴ്നാട് എപ്പോഴും നേട്ടമുണ്ടാക്കുന്നു? കേരളത്തിന് ഇക്കാര്യത്തിൽ എത്രത്തോളം ജാഗ്രതയുണ്ട്? ഇന്ന് നടന്ന മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന് മുൻപ് ഞങ്ങളുടെ ക്യാമറമാൻ പകർത്തിയ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണൂ. അത് പറയണ്ട ഈ ആളിയാറിൽ നമുക്ക് എത്രയായിരുന്നു കിട്ടാനുണ്ടായിരുന്നേ? അത് പറയണ്ട ഈ ആളിയാറിൽ നമുക്ക് എത്രയായിരുന്നു കിട്ടാനുണ്ടായിരുന്നേ? അത് പറയണ്ട ഈ പ്രശ്നം വന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു ചർച്ചയ്ക്ക് വന്ന കോയമ്പത്തൂർ വലിയ വെള്ളക്ഷാമവും നമുക്കിവിടെ വെള്ളക്ഷാമവും ഉള്ളതുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യം മുൻനിർത്തി ശരിയായ നടപടി സ്വീകരിക്കുന്നതിൽ കേരളം വീഴ്ച വരുത്തുന്നുണ്ടോ? ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചിറ്റൂർ MLA കോൺഗ്രസിന്റെ K അച്യുതൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും ടെലിഫോണിൽ. നെന്മാറ MLA ചെന്താമരാക്ഷൻ CPIM പ്രതിനിധീകരിച്ചൊപ്പം തന്നെ മുൻ MLA സോഷ്യലിസ്റ്റ് ജനതയുടെ K കൃഷ്ണൻകുട്ടി, കോൺഗ്രസ് നേതാവ് K ചന്ദ്രൻ എന്നിവർ ടെലിഫോണിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ K കൃഷ്ണൻകുട്ടി, പറമ്പിക്കുളം ആളിയാർ കരാർ അനുസരിച്ച് കേരളത്തിന് 80% ജലം നൽകാൻ തമിഴ്നാട് തയ്യാറായെന്നും ഇത് പരമാവധി ജലം ആണ് നമുക്ക് ഈ അവസ്ഥയിൽ നൽകാൻ കഴിയുന്നതെന്നുമാണ് ജലസേചന സെക്രട്ടറി പറഞ്ഞത്. ഇത് എത്രത്തോളം ശരിയാണ്? ഈ വാദം തന്നെ തമിഴ്നാടിനെ സഹായിക്കാവുന്ന ഒരു വാദമാണ്. കാരണം 80% തന്നിട്ടില്ല. 7.25 TMC വെള്ളത്തിന്റെ 80% പെട്ട 5.8 വേണം. 5 TMC പോലും നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല. പക്ഷെ ആ വാദം തന്നെ തെറ്റ്. അതുകൊണ്ടേ നമുക്ക് ഇപ്പൊ ശിരുവാണിയിൽ നിന്ന് ഡെഡ് സ്റ്റോറേജിൽ നിന്നാണ് 40 ക്യൂസെക്സ് വെള്ളം കൊടുക്കാതെന്ന് പറയുന്നത്. ഇവിടെ പറമ്പിക്കുളവും അപ്പർ ആളിയാറും കാടമ്പാറയിലും കൂടിയിട്ട് ഡെഡ് സ്റ്റോറേജ് അല്ലാതെ ഉപയോഗിക്കാവുന്ന വെള്ളം തന്നെ 6 TMC വെള്ളമുണ്ട്. ഇപ്പൊ നമുക്ക് തരാ പറഞ്ഞത് 100 ക്യൂസെക്സ് ആണ്.
അതായത് പോയിന്റ് ഒരു മാസം വന്നാൽ 0.3 TMC. ഇത്രയും തുച്ഛമായ ഒരു വെള്ളം എന്താ ഇവിടെ ആളുകൾ തമ്മിൽ അടിക്കാതെന്നല്ലാണ്ട് കുടിക്കാനുള്ള വെള്ളത്തിന് പോലും തികയാത്ത ഒരവസ്ഥയായിരിക്കും ഇവിടെ വരിക. പിന്നെ ചെറുവാണിയിലെ വെള്ളം കൊടുക്കേണ്ടതിൽ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാവേരി ട്രൈബ്യൂണലിൽ തന്നെ അവർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂർക്കുള്ള കുടിക്കാനുള്ള വെള്ളം. ആ വാദം നമ്മുടെ ആളുകൾ ഉന്നയിച്ചില്ലല്ലോ അവിടെ. എന്തുകൊണ്ടത് ഉന്നയിച്ചില്ല? അതൊക്കെ ഒരു സംശയത്തിന് ഇടനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. കാര്യമായ ശ്രീ കൃഷ്ണൻകുട്ടി, എന്തുകൊണ്ടായിരിക്കാം സംസ്ഥാന സർക്കാർ ഈ വാദങ്ങളൊന്നും കാര്യക്ഷമമായി ഉന്നയിക്കാതിരുന്നത്? ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് അർഹമായ ജലം കിട്ടുന്നില്ല എന്ന പരാതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ദീർഘകാലമായി നിലനിൽക്കുന്ന ആരോപണമാണ്. കേരളത്തിൽ നെൽകൃഷി പ്രധാനമായും അവശേഷിക്കുന്ന ഒരു മേഖല കൂടിയാണ് ചിറ്റൂർ. അവിടേക്ക് വെള്ളം എത്തിക്കേണ്ടത് വളരെ പ്രധാനവുമാണ്. എന്നിട്ടും നിരന്തരമായി ഇത്തരം ഒരു അവഗണന അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യക്ഷമമായ നടപടി സ്വീകരിക്കായ്മ എന്തുകൊണ്ടുണ്ടാകുന്നു? എന്താ നമുക്കതിൽ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് തമിഴ്നാടിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ കാവേരി ട്രൈബ്യൂണലിന്റെ 30 TMC വെള്ളവും ഇപ്പൊ തമിഴ്നാടാണ് നമുക്ക് കിട്ടേണ്ട വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാറിലെ വെള്ളം 80 TMC വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ട്. നെയ്യാറിലെ ഡാം ഉപയോഗിക്കുന്നുണ്ട്. പറമ്പിക്കുളം തന്നെ 35 TMC വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ട്. ശ്രീ കെ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ കെ അച്യുതൻ ചിറ്റൂർ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ അച്യുതൻ, ഇന്ന് തമിഴ്നാട് സർക്കാരുമായി കേരള സർക്കാർ നടത്തി ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കിയ ധാരണയിൽ MLA എന്നുള്ള നിലയ്ക്ക്, ചിറ്റൂർ MLA എന്നുള്ള നിലയ്ക്ക് താങ്കൾ തൃപ്തനാണോ? കേരളത്തിന് അർഹമായ ജലം ലഭ്യമാകുമോ ഈ ധാരണയിലൂടെ? ഒരു സംശയമില്ല. 1 TMC വെള്ളം അവര് കേരളത്തിലേക്ക് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കുടിവെള്ളത്തിന് വേണ്ടിയെങ്കിലും നൽകുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ വളരെ തമിഴ്നാട് ശ്രമിച്ചായിരിക്കും നമുക്ക് ഈ വെള്ളം തരുന്നത്. കാരണം എനിക്കറിയാം അവിടെ അങ്ങനെ വെള്ളമൊന്നും കൂടുതലില്ലെങ്കിലും അവര് എല്ലാ വെള്ളവും കൂടി സോഴ്സിൽ നിന്നെല്ലാം എടുത്ത് വെള്ളം 1 TMC തരാന്ന് പറഞ്ഞത് കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണ് താങ്കൾ പറയുന്നത്? കേരളത്തിന് അർഹമായ ജലം തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശിരുവാണിയിൽ നിന്ന് ജലം കൊടുക്കേണ്ട അവസ്ഥയും നമുക്ക് ഉണ്ട്. കരാർ പ്രകാരമുള്ള ജലം തരാതെ തന്നെ തമിഴ്നാടിന് ജലം കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. മാത്രവുമല്ല, ജലസേചന വകുപ്പ് സെക്രട്ടറി പറഞ്ഞത് 80% ജലം കേരളത്തിന് അനുവദിച്ചു കിട്ടിയെന്നാണ്. അത് ആ കാര്യം വസ്തുതയല്ല. മാത്രമല്ല, പാലക്കാട് ഏറ്റവും അധികം കാർഷിക മേഖലയെ ബാധിക്കാൻ പോകുന്ന, കുടിവെള്ള വിതരണത്തെ ബാധിക്കാൻ പോകുന്ന ഗുരുതരമായ ഒരു വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിഷയത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ. സർക്കാർ കാര്യമായി ഇടപെട്ടത് കൊണ്ടാണല്ലോ ഇപ്പോ ഇത്രയേറെ മഴ കുറവ്. 45% മഴ പറമ്പിക്കുളം ഏരി പെയ്തിട്ടും അവര് 1 TMC വെള്ളം തരാമെന്ന് പറഞ്ഞത് കാര്യമായി കേരള ഗവൺമെന്റ് ഇടപെടൽ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ശ്രീ കെ കൃഷ്ണൻകുട്ടി, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കെ കൃഷ്ണൻകുട്ടി, എന്താണ് താങ്കൾക്ക് ശ്രീ അച്യുതനുള്ള മറുപടി? തിരഞ്ഞെടുപ്പിലുള്ള വാദം തന്നെയാണ് തമിഴ്നാടിന് ഗുണം ചെയ്യുക. കാരണം 1 TMC തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. 100 ക്യൂസെക്സ് ഒരു മാസം വന്നാൽ പോലും 0.3 അല്ലെങ്കിൽ 4 TMC കൂടുതൽ വരില്ല. പിന്നെ 1 TMC കിട്ടുമെന്ന് പറയുന്നത് അത് തന്നെ അങ്ങേയറ്റം തെറ്റ്. ഇപ്പൊ കരാർ പ്രകാരം തന്നെ 100 ക്യൂസെക്സ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു മാസം വന്നാൽ അത് മഴ പെയ്യുന്നവരെ പറഞ്ഞിട്ടുള്ളൂ. മഴ പെയ്താൽ അതുമില്ല. അപ്പൊ ആ വാദം തന്നെ തെറ്റാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം വാദിക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ശ്രീ കെ അച്യുതൻ, 1 TMC ജലം തരാം എന്ന് തമിഴ്നാട് പറഞ്ഞിട്ടില്ല. 100 ഘനയടി വെള്ളം സെക്കൻഡിൽ തരാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കണക്കാക്കിയാൽ 1 TMC ആകില്ല എന്ന വാദമാണ് ഉയരുന്നത്. മാത്രവുമല്ല, വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്നു. കാർഷിക മേഖലയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ജലം കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ്. കാർഷിക മേഖലയ്ക്ക് കിട്ടില്ല ജലം, കുടിവെള്ളത്തിനാ കിട്ടുക. കാർഷിക മേഖലയ്ക്ക് വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇപ്രാവശ്യമില്ല. ഇപ്പൊ കുടിവെള്ളത്തിനാണ് വെള്ളം കിട്ടുന്നത്. ശ്രീ കെ അച്യുതൻ, കാർഷിക മേഖലയ്ക്ക് കൂടി ഉപയോഗപ്രദമായ രീതിയിലല്ലേ ഈ കരാറിലെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരുന്നത്? അതിനനുസരിച്ച് വെള്ളം ചോദിച്ചു വാങ്ങുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ തുടർച്ചയായി പരാജയപ്പെടുന്നത് തമിഴ്നാടിന് ഗുണകരമായി വരുന്നില്ലേ? സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല.
ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മഴ ഇല്ലായ്മ 45% മഴയാണ് പറമ്പിക്കുളം ഏരിയയിൽ തന്നെ പെയ്തിരിക്കുന്നത്. എന്നിട്ടും ഒരു പരിധി വരെ അവർ വെള്ളം തന്നു. നമ്മുടെ അവിടെ ഡിസ്ട്രിബ്യൂഷന്റെ തകരാറ് കൊണ്ടാണ് ഒരുപാട് വരൾച്ച വന്നത്. നമുക്ക് ഇപ്രാവശ്യം അവർ കുറെ കുടിവെള്ളത്തിന് തരാമെന്ന്